നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പരക്കെ മഴയുള്ളൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റും വീശി അടിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജോഷിലയുണ്ട് നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി. ജോഷില, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ ജോഷില, മക്കിമലയിൽ നിന്നും അവിടുത്തെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം വയനാട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ അവിടെ കനക്കുകയാണോ? നിലവിലത്തെ ഒരു കാലാവസ്ഥയുടെ സാഹചര്യം? സിന്ധൂരി, ഇപ്പോൾ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മക്കിമലയുടെ താഴ്വാരത്ത് തന്നെയാണ് ഞാനുള്ളത്. മക്കിമലയിൽ ഇന്നലെ രാത്രി മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ശക്തമായ കാറ്റാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മഴയും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മക്കിമലയിൽ നിന്നുള്ള ഒഴുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന മരത്തിന്റെ ഇപ്പുറത്ത് മാത്രമായിരുന്നു പുഴ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുഴ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്നലെ രാത്രിയൊക്കെ ഇതിലധികം പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും ആളുകളെ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവിടെ നിന്നും പോകാത്ത ചില ആളുകളുണ്ട്. ഞങ്ങളുടെ കൂടെ വാർഡ് മെമ്പർ കൂടിയായ ഷബിത ടീച്ചറുണ്ട്. ഷബിത ടീച്ചറോട് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാം. ടീച്ചറെ, എന്തായിരുന്നു ഒരവസ്ഥ? എന്താണ് ഈ പൊതുവെ 2018 ഇവിടെ ദുരന്തമുണ്ടായ സ്ഥലമാണ്. മക്കിമലയിൽ വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ്. 2 പേരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം 2018 ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടലിന്റെ ഭീകര ദൃശ്യങ്ങൾ കണ്ടവരാണ് മക്കിമലയുടെ താഴ്വാരത്തുള്ളവർ. ടീച്ചർ, എന്താണ് മുന്നൊരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇന്നലെ വൈകുന്നേരം 3 മണിയോടെ ശൈലജ തങ്കപ്പൻ എന്ന് പറയുന്നവരുടെ വീടിൻ്റെ പുറകിൽ മണ്ണിടിഞ്ഞു എന്നറിഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ മഴ ശക്തമായി വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള മുന്നൊരുക്കത്തിൽ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ബന്ധുവീടുകളിലേക്ക് മാറണമെന്ന്, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വല്ലാതെ വെള്ളം നിറയുകയും എല്ലാ വീടുകളും ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ വൈകിട്ട് ഒരു 6:30 തന്നെ ഏറ്റവും അധികം ഒറ്റപ്പെടാൻ സാധ്യതയുള്ള 4 വീടിലെയും ആളുകളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. മാത്രമല്ല അവിടെ 7ഓളം ഏറ്റവും അധികം പ്രായമുള്ള, അതായത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെയും കുട്ടികളെ അടക്കം തന്നെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പല ഗുളിക മരുന്നൊക്കെ എടുക്കാൻ മറന്നിട്ടൊക്കെയുള്ള ആളുകൾ തിരിച്ചു വന്ന് അതെടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒട്ടും നല്ലൊരു കാര്യമല്ല. കാരണം ഈ കഴിഞ്ഞ ദുരന്തങ്ങളിലൊക്കെ തന്നെ തിരിച്ചു വന്നവരാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ 2018 പ്രളയ സമയത്ത് അവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മാത്രമാണ് ഈ തോട് ഇത്തരത്തിൽ കരകവിഞ്ഞൊഴുകിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 8 മണിയോടുകൂടി ഈ തോട് കരകവിഞ്ഞൊഴുകുമ്പോൾ കുത്തൊഴുക്കായിരുന്നു. അത്രയും ചെളിയും വെള്ളവും മരങ്ങളും ഒലിച്ചു വന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മക്കിമല കാട്ടിലെവിടെയോ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണത്. അല്ലാതെ ഈ തോട് ഒരിക്കലും കരകവിയാറില്ല. പൊയിൽ പ്രദേശത്തുള്ള ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ചുങ്കം പ്രദേശത്തുള്ള ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടെ ആളുകളെല്ലാം സുരക്ഷിതരാണ്. പക്ഷേ ഇത്തരത്തിലാണ്. കാരണം മാറ്റി താമസിപ്പിച്ചവർ തിരിച്ചു വരുന്നത് നമ്മൾ പോലും അറിയാത്തൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളടക്കം എന്ന് വെച്ചാൽ നമ്മുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്നലെ മക്കിമലയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗത്തു നിന്നും. പിന്നെ ഞങ്ങളുടെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ വാർഡിലാണ് ഏറ്റവും അധികം വെള്ളം കയറാൻ. മക്കിമലയ്ക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ വാർഡിലുള്ള പകുതിയിലധികം വീടുകൾ വെള്ളത്തിൻ്റെ അടിയിലാവാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വാർഡിൻ്റെ RRTയുടെ സജീവമായ സഹായം, നമ്മുടെ ഈ പ്രദേശത്തെ യുവാക്കളുടെ സഹായമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മഴയും കാറ്റും ആശങ്കപ്പെടുത്തുന്നതാണ്. അല്പം മുമ്പ് വരെ മഴ കുറഞ്ഞിരുന്നു. വീണ്ടും അതിശക്തമായിട്ടുള്ള ഈ ഒരു മഴയും കാറ്റും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ടീച്ചർ, ഇവരെയൊക്കെ മാറ്റി താമസിപ്പിച്ചു എന്ന് പറയുന്നത്, ബാക്കിയുള്ള ഇവിടെ നിന്ന് പലരും പോകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ നേരം വെളിച്ചം വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ വരികയും അവരോട് പോകാനുള്ള തീരുമാനം എടുക്കുകയും അവരുടെ മക്കളെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയും അവർ വന്ന് ഇപ്പോൾ തന്നെ അവരെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ കുറേ പേര് തിരിച്ചു വരുന്നതൊക്കെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഞങ്ങൾക്ക് പോലും പേടിയാവുന്നുണ്ട് ഇത് കാണുമ്പോഴുള്ളത്. തീർച്ചയായിട്ടും മാറ്റി താമസിപ്പിച്ചവരൊക്കെ തിരിച്ചു വരുന്നത് ഒരു പക്ഷേ നമ്മളെ ഈ ബന്ധപ്പെട്ട ആളുകൾ അറിയാതെയാണ്. അങ്ങനെ വരുമ്പോൾ അപകട സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. മഴ കുറയുമ്പോഴും വെള്ളം കുറയുമ്പോഴും അവർ വരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സിന്ധൂരി, ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് മക്കിമലയുടെ താഴ്വാരത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഭീകരമായ അവസ്ഥ തന്നെയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. യഥാർത്ഥ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വെള്ളം കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെളിവെള്ളം അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കരയിലുള്ളവരെ ഒക്കെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മാറ്റി പാർപ്പിക്കാതെ വാശി പിടിച്ച് നിൽക്കുന്നവരെ മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും
സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ ഷബിത ടീച്ചറാണ് ഞങ്ങളോട് ഇക്കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം പരക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരം താമരശ്ശേരി ചുരത്തിൽ പാറ പൊട്ടി വീഴുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നീക്കം ചെയ്തു. മരങ്ങൾ കടപുഴകി വീഴുന്ന അവസ്ഥയുണ്ട്. കടപുഴകി വീഴാൻ പാകത്തിൽ മരങ്ങൾ നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ശ്രദ്ധിക്കണം. അവശ്യ കാര്യങ്ങൾക്കല്ലാതെ, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും വയനാട്ടിലേക്ക് വരണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും അത്രയേറെ ദുഷ്കരമാണ് ഇപ്പോഴത്തെ വയനാടിന്റെ അവസ്ഥ. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെ അതെ, വ്യക്തമാണ് ജോഷ്ല. എന്തായാലും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുക. അവിടെ കനത്ത കാറ്റടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ജോഷ്ലയാണെങ്കിലും സുരക്ഷിതമായി നിന്ന് ഈ വാർത്ത നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ പോലും സുരക്ഷിതമായി നിൽക്കുവാനും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വയനാട് കനത്ത മഴയാണ്, കനത്ത കാറ്റാണ്, ശക്തമായ രീതിയിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അവരറിയാതെ തന്നെ മഴയൊന്ന് തോരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അല്പം പുഴയിലെ വെള്ളത്തിൻ്റെ ശക്തി കുറയുന്ന സമയത്ത് മറ്റു പല ആവശ്യങ്ങൾക്കായി വീടുകളിലേക്ക് തിരിച്ചെത്തുന്നവരുടെ എണ്ണവുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും അതൊന്ന് ജാഗ്രത പാലിക്കുക, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു വലിയ ദുരന്തത്തിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും പി വി ജോഷ്ലിയാണ് മക്കിമലയുടെ താഴ്വാരത്ത് നിന്നും ഇത്രയും വിശദാംശങ്ങൾ നമ്മളിലേക്ക് നൽകിയത്.